തമിഴ്നാട് രാഷ്ട്രീയ നേതാവ് സെന്തിൽ ബാലാജിയുടെ പ്രതികരണമാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. എല്ലാം വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽ വേണ്ട രക്ഷാപ്രവർത്തന മാർഗങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഈ ഒരു അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വിവരം കൂടി പുറത്തേക്ക് വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും അപകടം ദൗർഭാഗ്യകരവും അങ്ങേയറ്റം ദുഃഖകരവും, മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം എന്നാണ് മോദി എക്സിൽ കുറിച്ചിരിക്കുന്നത്, എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. 40 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയ് നടത്തിയ ഈ ഒരു തമിഴക വെട്രി കഴകത്തിൻ്റെ റാലിയിലാണ്, നാമക്കൽ കാരൂർ ഭാഗത്ത് ഇന്ന് റാലി നടത്തിയതിലാണ് 40 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും അടക്കമുള്ള ആളുകൾക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ വൈകുന്നേരം 7:15 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ തിക്കിലും തിരക്കിലുമാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. വലിയ 2 ലക്ഷത്തോളം ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും ഏറെ ദുഷ്കരമായിരുന്നു. ഇവർക്കിടയിലേക്ക് ആംബുലൻസിൽ ഇവർക്കിടയിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതൊക്കെ ഏറെ ദുഷ്കരമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും ഒക്കെ തളർന്നു വീഴുന്ന കാഴ്ച, അത്തരം കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സമയത്ത് ഏറെ ദാരുണമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. വലിയ തരത്തിൽ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. അടിയന്തര സഹായം എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി കരൂരിൽ എത്തുകയും ചെയ്യും. പരിക്കേറ്റവരുടെയൊക്കെ നില അതീവ ഗുരുതരമാണ്. 40 പേരുടെ മരണമാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത്. വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വലിയ ദുരന്തം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വിജയ് ഇത്തരത്തിൽ ശനിയാഴ്ചകൾ തോറുമാണ് റാലി നടത്തുന്നത്. ഇന്ന് നടന്നത് 3ാം ഘട്ട റാലിയാണ്. മുൻപ് തിരുച്ചിറപ്പള്ളിയിൽ റാലി നടന്നപ്പോഴും ഇത്രയധികം ആളുകൾ വരികയും ഒരുപാട് പൊതു സംവിധാനങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ മദ്രാസ് ഹൈക്കോടതി ഈ റാലിക്ക് വേണ്ട സുരക്ഷ വേണം, സംരക്ഷണം വേണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് നടന്ന റാലിയിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആളുകളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിൽ കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിദാരുണമായിട്ടുള്ള കാര്യം. വിജയ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ അപ്പുറം വലിയ താരപരിവേഷമുള്ള സൂപ്പർ താരമാണ്. അതുകൊണ്ട് തന്നെ വിജയെ കാണാനാണ് ഇത്രയധികം ആളുകൾ എത്തിയത്. താര ആരാധന ഏറെയുള്ള നടനാണ് വിജയ്. വിജയെ കാണുവാൻ വേണ്ടി എത്തിയ ആളുകളാണ് ഈ മരണത്തിലേക്ക്, അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. 16 സ്ത്രീകളും 6 കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഗർഭിണികളും കുട്ടികളും ഒക്കെ, അവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം. നിരവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടേക്ക് നാളെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തും. ഇന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. വലിയ തരത്തിലുള്ള വിമർശനവും ഈ കാര്യത്തിൽ ഉയരുന്നുണ്ട്. റാലിക്ക് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ തെളിവുകളും അതിൻ്റെ റാലിക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അനുമതി നൽകി എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഈ ഒരു റാലി നടന്നത്. അതാണ് ഇത്ര വലിയ ദുരന്തത്തിൽ കലാശിച്ചത് എന്നുള്ള വിവരം ആണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് DMKയുടെ ഭാഗത്തു നിന്നും ഈ ഒരു സമയത്ത് ഉയരുന്നത്. അത്തരത്തിൽ വലിയ തരത്തിൽ ഉള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ അത്തരം ആക്ഷേപങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉയർത്തേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കണ്ണീർ കാഴ്ചയായി തന്നെ മാറിയിരിക്കുകയാണ് നാമക്കൽ കാരൂരിലെ ഈ ഒരു ദുരന്തം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കണം, യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ഒരു ഇത് നടത്തണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി ആളുകൾ, 10,000 പേരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 2 ലക്ഷത്തിലധികം ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത്.